ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് തീർത്ഥാടക പ്രവാഹം. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിച്ചു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് ഭക്തജന പ്രവാഹം. പുലർച്ചെ മുതൽ തന്നെ മൂത്തകുന്നം ചെട്ടിക്കാട് തീർത്ഥാടക പാതയിൽ ഭക്തജനങ്ങളുടെയും തീർത്ഥാടക വാഹനങ്ങളുടെയും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ചെട്ടിക്കാട് ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നു. തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനും വാഹനങ്ങൾ കടത്തിവിടുന്നതിനും പോലീസും വോളണ്ടിയർമാരും സജ്ജരായിരുന്നു. രാവിലെ 10 മണിക്ക് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവിന് സ്വീകരണം നൽകി. 10:15 പിതാവ് ഊട്ടുനേർച്ച ആശീർവദിച്ചു. തുടർന്ന് കോഴിക്കോട് കുളത്തുവയലിൽ നിന്ന് വന്ന കണക്കഞ്ചേരി ജോയിക്കും കുടുംബത്തിനും ആദ്യ നേർച്ച പിതാവ് വിളമ്പിക്കൊടുത്തു. പിതാവിന്റെ കാർമ്മികത്വത്തിൽ നടന്ന തിരുനാൾ ദിവ്യബലിയിൽ ഫാദർ ആന്റൺ ഇലഞ്ഞിക്കൽ വചന സന്ദേശം നൽകി. തുടർന്ന് നൊവേനയും ആരാധനയും നടന്നു. വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ച് പള്ളിക്കു ചുറ്റും നടത്തിയ പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം പൂക്കൾ വർഷിച്ചുകൊണ്ട് വിശുദ്ധനെ വരവേറ്റത് ഭക്തിസാന്ദ്രമായ അനുഭവമായി. രാവിലെ 6:15 മുതൽ രാത്രി 10:30 വരെ തുടർച്ചയായി ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടന്നു. 1 ലക്ഷത്തിലേറെ പേർ ഊട്ടുനേർച്ചയിൽ പങ്കുകൊണ്ടു. തിരക്ക് കുറക്കുന്നതിനായി 10 കൗണ്ടറുകളിലൂടെ ഊട്ടുനേർച്ച വിതരണം ചെയ്തു. രാവിലെ ആരംഭിച്ച നേർച്ച സദ്യ രാത്രി വൈകും വരെ തുടർന്നു. തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പൊന്നാവ് എടുത്തുവയ്ക്കൽ നേർച്ചയ്ക്കും അടിമ സമർപ്പണത്തിനും പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മെയ് 21 ചൊവ്വാഴ്ചയാണ് 8ാം ഇടം. അന്നേ ദിവസം ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ കൂട്ടായ്മ നടക്കും. രാവിലെ 10 മണിക്ക് തീർത്ഥാടകരുടെ ഭവനങ്ങളിൽ നിന്നും ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാ കുട്ടികളും വെള്ളവസ്ത്രങ്ങൾ അണിഞ്ഞ് മാതാപിതാക്കളോടൊപ്പം പള്ളിയിൽ എത്തിച്ചേരും. രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ ഉണ്ടായിരിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, സഹവികാരി അജയ് ആന്റണി പുത്തമ്പറമ്പിൽ, സിസ്റ്റർ ബിൻസി, ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ജോഷി പടമാട്ടുമ്മൽ, ബീനൻ താണിപ്പള്ളി, അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി.
സഹോദരി സഹോദരന്മാരെ, അന്തോണീസ് പുണ്യാളന്റെ തിരുനാൾ ദിനത്തിലാണ് നമ്മളായിരിക്കുന്നത്. എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ ദിനം നേരുന്നു. രാവിലെ കൃത്യം 10 മണിക്ക് മുൻപായിട്ട് തന്നെ അംബ്രോസ് പിതാവിടെ എത്തിച്ചേർന്നു. തുടർന്ന് നേർച്ച സദ്യ ആശീർവദിച്ചു. അപ്പോൾ തുടങ്ങിയ നേർച്ച സദ്യ വിതരണം ഇപ്പോൾ നടക്കുകയാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ മണിക്കൂറുകളിൽ തുടർച്ചയായിട്ടുള്ള ഒരു ജനപ്രവാഹം തന്നെ ഇവിടേക്ക് ഉണ്ട്. ഞങ്ങളെല്ലാവരും വന്നിട്ട് സൗഖ്യദായകമായിട്ടുള്ള ഊട്ടുനേർച്ച ഭക്ഷിച്ച് തൃപ്തരായിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ ഒരു വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് ഞാൻ അന്വേഷിച്ചു. പാർക്കിംഗ് ഗ്രൗണ്ട് അടക്കം എല്ലാ സ്ഥലങ്ങളിലും നല്ലൊരു ഓർഡറും അച്ചടക്കവും ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സ്ഥലവും പള്ളി കോമ്പൗണ്ട് മുഴുവൻ CCTVയുടെ നിരീക്ഷണത്തിലാണ്. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു.